ഫിലിമി പ്രസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഈ അടുത്ത കാലത്ത് പഴയ നടികളെക്കുറിച്ചും ഓർമ്മയിൽ നിൽക്കുന്ന നടികളെക്കുറിച്ചും ചില വീഡിയോകളെല്ലാം ചെയ്തു. പക്ഷെ അത് തുടർന്ന് കൊണ്ടുപോകണം, നന്നായിരിക്കുന്നു എന്ന അഭിപ്രായം പലരും പറഞ്ഞു. പിന്നെ ആരൊക്കെ വേണം, ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളുണ്ടായിരിക്കും. അക്കൂട്ടത്തിൽ ചില സ്ത്രീകൾ പറഞ്ഞു, നിങ്ങളെന്താണ് ജലജയെക്കുറിച്ചൊന്നും പറയാത്തത്? മലയാള സിനിമയ്ക്ക് എന്നും ഓർമ്മിക്കാവുന്ന ചുരുക്കം ചില നല്ല നടികളിൽ, അപ്പോൾ അവർ വേറെ കൂടി നല്ല നടികളെന്ന് വെച്ചാൽ അഭിനയത്തിലും സ്വഭാവത്തിലും നല്ല നടിയായ ജലജയെക്കുറിച്ച് എന്താണ് പറയാത്തത്? നിങ്ങൾ തമ്മിൽ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും വൈരാഗ്യമുണ്ടോ? ഇതൊക്കെയാണ് ചോദിക്കുന്നത്. ഒരു വൈരാഗ്യമില്ല. ഞങ്ങൾ ജലജയുടെ പേര് ഞങ്ങളുടെ ലിസ്റ്റിലുള്ളതാണ്. എന്തായാലും ജലജയെക്കുറിച്ച് തന്നെയാകട്ടെ ഇന്നത്തെ വീഡിയോ. നമ്മൾ ഇന്ന് കാണുന്ന ജലജ വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം ഒരു 53 വർഷം മുമ്പാന്ന് തോന്നുന്നു, അവരുടെ അച്ഛൻ മലേഷ്യയിൽ പ്രൊഫസറായിരുന്നു. അപ്പോൾ കുടുംബസമേതം അവരവിടെയാണ് താമസിച്ചിരുന്നത്. എവിടെ പോയാലും ഇന്ത്യൻ പൗരനാണെന്നുള്ള ബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. മലയാളിൽ ഏകദേശം യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട ഒരവസരത്തിൽ അവിടെ നിൽക്കണമെങ്കിൽ അവിടുത്തെ പൗരത്വം സ്വീകരിക്കണം. ഞാൻ ഇന്ത്യൻ പൗരനാണ്, വേറെ പൗരനാവാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ കുടുംബത്തെ നാട്ടിലേക്ക് കൊണ്ടുവന്നു. പഠിക്കാൻ മിടുക്കിയായിരുന്നു ജലജ. ആലപ്പുഴയിലാണ് പഠിച്ചത്. തകഴിയിലാണ് അമ്മ വീട്. തകഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വപ്രസിദ്ധ എഴുത്തുകാരനും ആയ തകഴി ശിവശങ്കരപിള്ള സാറിൻ്റെ വീടിനടുത്ത് നിന്ന് ആലോചിക്കണം. ആലപ്പുഴയിൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സിനിമയിലേക്ക് വഴി തുറന്നതാകട്ടെ ഫാസിലും. ഫാസിൽ അന്ന് സിനിമാക്കാരനുമല്ല. ആ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ സാലപഞ്ചിക എന്നൊരു നാടകം പ്ലാൻ ചെയ്തു. ആ നാടകത്തിലെ നടിയായിട്ട് ജലജ അഭിനയിക്കേണ്ടി വന്നു. ഫാസിലിനൊപ്പം നെടുമുടി വേണുമുണ്ട്. അതിൻ്റെ സംഗീതം നിർവഹിച്ചത് കാവാലം നാരായണ പണിക്കരാണ്. നാടകം അവതരിപ്പിച്ചു. നാടകം ഇഷ്ടമായി പലർക്കും ആലോചിക്കണം. ആ ഇടയ്ക്കാണ് പ്രശസ്ത സംവിധായകൻ അരവിന്ദൻ തൻ്റെ തമ്പ് എന്ന സിനിമയിലേക്ക് ഒരു നടിയെ അന്വേഷിച്ച് നടന്നത്. വലിയ നായിക പ്രാധാന്യമുള്ളതല്ല റോള് അഭിനയം നടന്നത്. അപ്പോൾ നെടുമുടി വേണു ജലജയുടെ കാര്യം പറഞ്ഞു. ഇങ്ങനെ ഒരു വിദ്യാർത്ഥിനിയുണ്ട്, നന്നായിരിക്കും, അങ്ങനെ കാണുമെന്ന് പറയുന്നു. കണ്ടു, റോൾ അഭിനയിച്ചു. പക്ഷേ ഡയലോഗ് ഉണ്ടായിരുന്നില്ല. 6 ദിവസത്തെ അഭിനയം. അത് ശ്രദ്ധിക്കപ്പെട്ട വേഷമായിരുന്നു, ആലോചിക്കണം. അതുകൊണ്ട് സിനിമയിലേക്ക് വഴി തുറന്നു കിട്ടിയെങ്കിലും ഒരു നായികയായത് ആ സിനിമയല്ല. വേറെ 1-2 സിനിമ കഴിഞ്ഞു. അപ്പോൾ വീട്ടിലേക്കൊരു ദിവസം ബാലചന്ദ്രമേനോൻ വരുന്നു. ബാലചന്ദ്രമേനോൻ ഉത്രാട രാത്രി ചെയ്ത് ശ്രദ്ധിക്കപ്പെട്ട് നിൽക്കുന്ന സമയമാണത്. അതിൽ അഭിനയവും എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. കാര്യം പറഞ്ഞു, ഞാൻ എൻ്റെ രാധയെ അന്വേഷിച്ചാണ് വന്നത് എന്നാണ് ബാലചന്ദ്രമേനോൻ പറഞ്ഞത്. അപ്പോൾ ജലജ പറഞ്ഞു, എൻ്റെ പേര് രാധ എന്നല്ല, ജലജ എന്നാണ്. പക്ഷേ എനിക്ക് രാധയാണ് ആവശ്യം. രാധയായിട്ട് അഭിനയിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോഴാണ് താൻ അഭിനയിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേരാണ് രാധ എന്ന് മനസ്സിലാക്കിയത്. ഈ റോളിലേക്ക് പല നടികളെയും, പുതുമുഖ നടികളെയും കണ്ടു. ആരെയും തനിക്ക് ഇഷ്ടമായില്ല എന്ന് മേനോൻ തുറന്നു പറഞ്ഞു. അപ്പോഴാണ് തമ്പിൽ അഭിനയിച്ച ജലജയെക്കുറിച്ച് അറിഞ്ഞത്. എന്നാൽ കണ്ടു കളയാം. വന്നു, കണ്ടു, ഇഷ്ടപ്പെട്ടു. രാധ എന്ന പെൺകുട്ടി എന്ന സിനിമ, അതായത് കേരളശബ്ദം നാനാ ഗ്രൂപ്പ് നിർമ്മിച്ച ആ സിനിമ ബാലചന്ദ്രമേനോനാണ് സംവിധാനം ചെയ്തത്. അതിൽ നായികയായിട്ടാണ് ജലജയെ വിളിച്ചത്. ജലജ അതിമനോഹരമായിട്ട് അഭിനയിച്ചത് മാത്രമല്ല, രാധ എന്ന പെൺകുട്ടി, ആ പേരിലാണ് ജലജ പിന്നീട് അറിയപ്പെട്ടത്. പല വിശ്വ സംവിധായകരോടൊപ്പം അഭിനയിച്ചിട്ടുണ്ടെങ്കിലും, പ്രഗത്ഭ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും, പലരും പല മാധ്യമങ്ങളും
ജലജയ്ക്ക് ഒരു നായിക പ്രാധാന്യം കൊടുത്ത് സിനിമ ചെയ്ത സംവിധായകൻ ബാലചന്ദ്രമേനോനാണ് എന്ന് എഴുതി കണ്ടിട്ടില്ല. ജലജ തന്നെ പറയുകയുണ്ടായി, എനിക്ക് അഭിമാനമേ ഉള്ളൂ ബാലചന്ദ്ര സാറിൻ്റെ പേര് പറയാൻ. അങ്ങനെ തുടങ്ങിയ അഭിനയ ജീവിതം അത് പിന്നെ എവിടെ എത്തി? അരവിന്ദൻ്റെ പടം, അടൂർ ഗോപാലകൃഷ്ണൻ്റെ പടം, ഭരതൻ്റെ പടം, KG ജോർജിൻ്റെ പടം, അങ്ങനെ പ്രഗത്ഭരും പ്രശസ്തരുമായ സംവിധായകരുടെ സിനിമകളിലാണ് കൂടുതലും ജലജ അഭിനയിച്ചെന്ന് ആലോചിക്കണം. മോഹൻ്റെ പടത്തിൽ വെച്ചു അത് വേറെ അനുഭവമായിരുന്നു ആലോചിക്കണം. അങ്ങനെ ഓരോ സംവിധായകർക്കും അവരുടേതായ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു ആലോചിക്കണം. ഇവരുടെയൊക്കെ കീഴിൽ അഭിനയിക്കുമ്പോൾ താൻ വ്യത്യസ്തമായിട്ട് അഭിനയിക്കാൻ തനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ആ സംവിധായകരുടെ മിടുക്ക് തന്നെയാണ്. അവർ പറഞ്ഞതിനനുസരിച്ച് അഭിനയിച്ചു ആലോചിക്കണം. അതിൽ ചൂണ്ടിക്കാണിച്ചത് അരവിന്ദൻ്റെ പടം തന്നെയാണത്. തമ്പിൽ ഡയലോഗില്ല എന്ന് പറഞ്ഞെങ്കിലും ഭാവാഭിനയമായിരുന്നു അതിലൊത്ത്. അത് അരവിന്ദൻ പറഞ്ഞത് എങ്ങനെയാണോ അതേ രീതിയിൽ ചെയ്തു എന്നാലോചിക്കണം. ശോഭയുമായിട്ട് അഭിനയിക്കേണ്ടിയൊന്നുണ്ടായിരുന്നു. ശോഭ എന്ന് പറഞ്ഞാൽ ബാലു മഹേന്ദ്രയുടെ ഭാര്യയായി ജീവിതം തുടങ്ങി പിന്നെ തൂങ്ങി മരിക്കേണ്ടി വന്നു. അത് സ്വാഭാവിക മരണമാണെന്നും അല്ലെന്നും പറയും. അത് പോട്ടെ. അപ്പോൾ അങ്ങനെ ഒരു പ്രഗത്ഭയായ ഒരു നടി ഉണ്ടായിരുന്നു ശോഭ. അത് ആദ്യകാല നായികയായ പ്രേമയുടെ മകളാണ് ശോഭ എന്നാലോചിക്കണം. ശോഭ പശി എന്നുള്ളൊരു തമിഴ് സിനിമയിൽ അഭിനയിച്ചു. ആ സിനിമയിലെ അഭിനയത്തിന് ദേശീയ അവാർഡ് കിട്ടി, ഏറ്റവും നല്ല നടിക്കുള്ള അവാർഡ് കിട്ടി. അതിൽ ആ പടം കാണുമ്പോൾ നമുക്കറിയാം ഇത്രയും മനോഹരമായിട്ട് അഭിനയിക്കാൻ, ഗ്ലാമർ വേഷത്തിലൊന്നും അല്ല എന്നാലോചിക്കണം. അത്രയും അതിമനോഹരമായിട്ട് അഭിനയിച്ച ആ പെൺകുട്ടി മോഹൻ്റെ, നമ്മുടെ മലയാളത്തിലെ വ്യത്യസ്ത സിനിമകൾ ചെയ്ത മോഹൻ്റെ പടത്തിൽ അഭിനയിക്കാൻ വന്നു. ആ മോഹൻ്റെ പടത്തിൽ അഭിനയിക്കാൻ വന്നപ്പോൾ അതിലെ രണ്ടുപേരും കൂട്ടുകാരികളാണ്. ഇവർ രണ്ടുപേരും ഒരുമിച്ച് ജലജ വന്നു. അപ്പോൾ ജലജ അഭിനയിക്കാൻ ചെന്നപ്പോൾ ഈ ശോഭ ദേശീയ അവാർഡ് നേടിയ നടി എന്ന പരിവേഷം കൂടിയാണ് വന്നിരിക്കുന്നത്. തലക്കനമുണ്ടായിരിക്കുമെന്നൊക്കെ വിചാരിച്ചു. ഒരു പാവം, ഒരു തലക്കനമില്ല. ഒരു മുറിയിൽ രണ്ടുപേരും 1 മാസത്തോളം താമസിച്ചു. പക്ഷേ ജലജ പറഞ്ഞത് തന്നെക്കുറിച്ച് ഒരു കാര്യവും, അത് ബാലു മഹേന്ദ്രയുമായിട്ടുള്ള ബന്ധമുണ്ടെന്ന് പലർക്കും അറിയാം. അങ്ങനൊരു കാര്യമോ പശ്ചാത്തലമോ ദുഃഖമോ ഒന്നും പറഞ്ഞിരുന്നില്ല. അഭിനയം കഴിഞ്ഞ് തിരിച്ചുപോയി ഓർക്കാപ്പുറത്ത് ആത്മഹത്യ ചെയ്തപ്പോഴാണ് കാര്യങ്ങളെല്ലാം അറിഞ്ഞതെന്ന് ആലോചിക്കണം. അങ്ങനെ നിരവധി അനുഭവങ്ങളിലൂടെ കടന്നു വന്ന ജലജ, മലയാള സിനിമയിൽ ഒരു പേരുദോഷവും ഇന്നേവരെ ഉണ്ടാക്കാത്ത ജലജ, അഭിനയത്തിൻ്റെ കാര്യത്തിൽ എപ്പോഴും മുന്നിൽ നിന്ന ജലജ, ഒരു സംവിധായകൻ, വിശ്വപ്രസിദ്ധനായ സംവിധായകൻ തൻ്റെ സിനിമയിലേക്ക് ജലജയെ ക്ഷണിച്ചു. ആ സംവിധായകൻ്റെ പേര് അടൂർ ഗോപാലകൃഷ്ണൻ. സിനിമയുടെ പേര് എലിപ്പത്തായം. ആ എലിപ്പത്തായത്തിലേക്ക് അഭിനയിക്കാൻ വിളിച്ചു. അടൂരിൻ്റെ ആറ്റക്കുളങ്ങയുള്ള വീട്ടിൽ വെച്ചാണ് ഈ സിനിമയുടെ കഥ പറഞ്ഞത്. അപ്പോൾ 2 കാര്യങ്ങളാണ് ആവശ്യപ്പെട്ടത്. ഒന്ന്, ജലജ സ്വന്തം ശബ്ദത്തിൽ ഡബ് ചെയ്യണം. മറ്റൊന്ന്, ഗ്ലിസറിൻ തരില്ല. ആ പരിപാടിയൊന്നും സിനിമയിലില്ല. കാരണം ഒരു ദുഃഖപുത്രി എന്നുള്ളൊരു ഇമേജ് അതിനകം പല സിനിമകളിലും ജലജ നേടിയിരുന്നു. ശാരദയ്ക്ക് ശേഷമുള്ളൊരു കണ്ണീർ പുത്രി, ദുഃഖപുത്രി എന്നുള്ള പരിവേഷമായിരുന്നു ജലജയ്ക്ക് കിട്ടിയത്. അതുമാത്രമല്ല, അടൂരിൻ്റെ സിനിമയിലൊരു പ്രത്യേകത, അടൂർ വിചാരിച്ച സംഭവങ്ങൾ അത് ശബ്ദത്തിലായാലും ഭാവത്തിലായാലും മറ്റു മൂവ്മെൻറ്റ്സിലായാലും അത് അദ്ദേഹത്തിന് തൃപ്തി വരുന്നത് വരെ ചെയ്യിക്കും. ഒരു അഡ്ജസ്റ്റ്മെൻറ്റും പറ്റില്ല. അത് ചെറിയ നടനാവാം, വലിയ നടനാവാം, സൂപ്പർ സ്റ്റാർ ആവാം, മെഗാ സ്റ്റാർ ആവാം. അവിടെ സെറ്റിൽ അടൂരിൻ്റെ സിനിമയിൽ ഈ സൂപ്പർ സ്റ്റാറും മെഗാ സ്റ്റാറും എല്ലാം അടൂർ തന്നെയാണെന്ന് ആലോചിക്കണം. അത്രമാത്രം ശ്രദ്ധിച്ചിട്ടാണ് അടൂർ തൻ്റെ കഥാപാത്രങ്ങളെ, തൻ്റെ സിനിമകളെ ചെയ്തിരുന്നറിയിക്കണം. അതൊക്കെ ഓരോ അനുഭവമായിരുന്നു.
ഇതൊക്കെയാണെങ്കിലും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നൊരു സംഭവം ഇപ്പോഴും ഓർക്കുന്നുണ്ടെന്ന് ആലോചിക്കണം. കാരണം ഭരതൻ സിനിമകൾ എപ്പോഴും ഒരു പ്രത്യേകത നിറഞ്ഞതാണ്. ചില പ്രഗത്ഭ സംവിധായകരുടെ സിനിമയിൽ ഒരു സീനെങ്കിലും അഭിനയിക്കാൻ താല്പര്യമില്ലാത്തവർ ചുരുങ്ങും. അപ്പോൾ ഭരതൻ തൻ്റെ മർമ്മരം എന്നുള്ള സിനിമ തുടങ്ങേണ്ട സമയമാണത്. മർമ്മരത്തിലൊരു കഥാപാത്രമുണ്ട്. ആ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ പറ്റിയ നടികളെ തേടി നടക്കുകയാണത്. അങ്ങനെ നടക്കുന്ന കൂട്ടത്തിലാണ് ആ റോളിന് പറ്റിയ നടി ജലജയാണെന്ന് മനസ്സിലായത്. അതിനാണ് ഈ ജലജയുടെ കുറേ സിനിമകളെല്ലാം കണ്ടിട്ടുണ്ട്. അങ്ങനെ കണ്ടപ്പോൾ അതിൽ നിർമ്മല എന്നുള്ളൊരു കഥാപാത്രം വളരെ വ്യത്യസ്തമാണ്. ആ നിർമ്മലയെ അവതരിപ്പിക്കാൻ ജലജയെ സമീപിക്കുന്നു. ജലജ അന്ന് തിരക്കുള്ള നടിയാണ്, ഒരു അഡ്ജസ്റ്റ്മെൻറ്റും പറ്റില്ല. പക്ഷേ ഭരതൻ ആവശ്യപ്പെട്ടപ്പോൾ ഭരതൻ്റെ സിനിമയിൽ അഭിനയിക്കാതെ പോയാൽ അത് അഹങ്കാരമാണെന്ന് പലരും പറയും. എങ്ങനെ കൂട്ടിക്കിഴച്ചിട്ടും ഡേറ്റുകൾ മാറ്റിയിട്ടും ഒന്നുകിൽ ആ പടങ്ങളെല്ലാം ഉപേക്ഷിക്കണം. പടങ്ങൾ ഉപേക്ഷിച്ച് പോയാൽ അഹങ്കാരിയായിട്ട് കരുതും. അതുകൊണ്ട് ഭരതനോട് പറഞ്ഞു, സാർ എനിക്ക് ഇത്രയും സിനിമകളുണ്ട്, ആ സിനിമകൾ മാറ്റി വെച്ചുകൊണ്ട് എങ്ങനെ വരും? സാറിൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ എനിക്ക് യോഗ്യതയില്ല എന്ന് വിചാരിക്കുക തൽക്കാലം. ഓക്കെ പറഞ്ഞു. ഭരതൻ പോകുന്നു. ഒരു 3-4 മാസം കഴിയുന്നു. മദ്രാസിൽ വെച്ച് ഭരതനെ കാണുന്നു. സാർ സിനിമയൊക്കെ ഷൂട്ടിംഗ് കഴിഞ്ഞ് പൂർത്തിയായോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഭരതൻ്റെ മറുപടി ഇങ്ങനെയാണ്: ആ സിനിമയിൽ അഭിനയിക്കേണ്ട നടി വന്നില്ല, അതുകൊണ്ട് ശരിക്കും കാലുവാരം ഉണ്ടായിരിക്കുന്നത്, ബോധപൂർവം കാലുവാരിയല്ല. അങ്ങനെയാണോ? ഏതാണ് നടി സാർ എന്ന് ചോദിച്ചു. ആ നടിയാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ജലജ. ജലജ ഞെട്ടിപ്പോയി. സാർ, അതെ, ആ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ജലജയ്ക്ക് മാത്രമേ കഴിയൂ. ജലജ അത് വേണ്ടാന്ന് വെച്ചപ്പോൾ ഞങ്ങൾ ആ സിനിമ വേണ്ടെന്ന് വെച്ചു. ജലജ എന്നെങ്കിലും അഭിനയിക്കാമെന്ന് പറഞ്ഞാൽ ആ സിനിമ നമ്മൾ വീണ്ടും തുടങ്ങുന്നു എന്ന് ഭരതൻ പറഞ്ഞപ്പോൾ ഒരു നടിക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ബഹുമതിയായിട്ടാണ് എല്ലാവരും കണ്ടത്. അപ്പോഴും ജലജ തിരക്കിലാണ്. സാർ, ഞാൻ എന്ന് ഡേറ്റ് തരണം? അപ്പോൾ ഭരതൻ ആലോചിച്ചപ്പോൾ ഒരു 3-4 മാസം കൂടി കഴിഞ്ഞാൽ മാർച്ച് മാസത്തിൽ നമുക്ക് തുടങ്ങാമെന്ന് പറയുന്നു. അപ്പോൾ മാർച്ച് മാസം തുടങ്ങാമെന്ന് പറഞ്ഞെങ്കിലും ജലജ അപ്പോഴും ഞെട്ടി. കാരണം ജലജ അന്ന് BA പഠിക്കുകയാണ്. BA പരീക്ഷ തുടങ്ങുന്നത് മാർച്ചിലാണ്. അപ്പോൾ പരീക്ഷ എഴുതുമ്പോൾ എങ്ങനെ അഭിനയിക്കാൻ പറ്റും? അപ്പോൾ സ്നേഹപൂർവ്വം ഭയപ്പെടുത്തണം, സാർ അത് എനിക്ക് അന്ന് എൻ്റെ BA പരീക്ഷ തുടങ്ങുകയാണ്, അപ്പോഴും അഭിനയിക്കാൻ പറ്റില്ലോ സാർ. വേണ്ടത് ആലോചിച്ച് ചെയ്യൂ. ഞാൻ ഈ റോള് നിങ്ങൾക്ക് വേണ്ടിയാണ് മാറ്റി വച്ചിരിക്കുന്നത്. അപ്പോൾ ജലജ അന്ന് ആലോചിച്ചത്, ഇനിയും ഡേറ്റ് മാറ്റുന്നത്, ഇനിയും ഡേറ്റ് കൊടുക്കാതിരുന്നത് ഞാനെന്ന നടിയുള്ള അഹങ്കാരം തന്നെയാണ്. പരീക്ഷ നമുക്ക് പിന്നെയും എഴുതാം. മാർച്ചിൽ എഴുതേണ്ട പരീക്ഷ സെപ്റ്റംബറിൽ എഴുതാമെന്ന് ജലജ തീരുമാനിക്കുന്നു. അങ്ങനെ മാർച്ച് മാസത്തിൽ ആ മർമ്മരം എന്നുള്ള സിനിമയിൽ അഭിനയിക്കാമെന്ന് പറയുന്നു. ഭരതൻ ആ സിനിമ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് പറയുന്നത് ജലജ എന്നുള്ള നടിയുടെ ക്യാരക്ടറെ കുറിച്ചാണ്. ഇത്രയും നല്ലത് പറയുമ്പോഴും എനിക്ക് നല്ലത് മാത്രമേ പറയാനുള്ളൂ. പക്ഷേ എന്നിട്ടും ഞങ്ങൾക്കിടയിൽ ചില തെറ്റിദ്ധാരണകളുണ്ടായി. കുറേ വർഷങ്ങളോളം ഞങ്ങൾ സംസാരിക്കാതിരുന്നു. സെറ്റിൽ ചെല്ലുന്നു, കാണുന്നു, ഇൻ്റർവ്യൂ എടുക്കുന്നു, യാന്ത്രികമായി ഉത്തരം പറയുന്നു. പക്ഷേ ഞങ്ങളുടെ വഴക്ക് തീർന്നത് MP സുകുമാരൻ നായരുടെ ഒരു സിനിമയുടെ സെറ്റിൽ വെച്ചാണ്. അതിൽ ബാബു ആൻ്റണിയാണ് നായകൻ. ബാബു ആൻ്റണി നായകൻ അടിപിടി പടമൊന്നല്ല, ഒരു നക്സലൈറ്റിൻ്റെ വേഷമാണ് ബാബു ആൻ്റണി ചെയ്തത്. ആ സിനിമയുടെ സെറ്റിൽ വെച്ചിട്ടാണ് പറഞ്ഞ് എല്ലാ തെറ്റിദ്ധാരണകളും ഞങ്ങൾ മാറ്റിയത്. എന്തായിരുന്നു തെറ്റിദ്ധാരണ? തെറ്റിദ്ധാരണ വേറെ ഒന്നല്ല, ജലജയുടെ അമ്മ ആവശ്യമില്ലാതെ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്നവരെ ശല്യം ചെയ്യാറുണ്ട്. കുടിക്കാൻ അത് കൊണ്ടുപോവാ, കുടിക്കാൻ ഇത് കൊണ്ടുപോവാ എന്ന് പറഞ്ഞ് ശല്യം അവർക്കുണ്ടായി. അവർക്ക് കൊടുക്കണമെങ്കിൽ പ്രൊഡ്യൂസറോ മറ്റുള്ളവരോ പറയണം. അത് പറയാതെ ഇവർ കൊടുക്കില്ല. കിട്ടാത്തത് കൊണ്ട് ഇവർ പ്രൊഡ്യൂസർമാരോട് പരാതി കൊടുത്തു. പരാതി പറഞ്ഞ പ്രൊഡ്യൂസറോട് വഴക്ക് എങ്ങനെയാണ് കേട്ടത്. അതിൻ്റെ പ്രതികാരം തീർക്കാൻ ഇവരെന്ത് ചെയ്തു? അവരൊരു ജ്യൂസ് നന്നായിട്ട് കൊടുത്തു. ആ ജ്യൂസിൽ വിമ്മ് കലക്കി കൊടുത്തു എന്നാണ് പറഞ്ഞത്. വിമ്മ് കലക്കി കുടിച്ചാൽ പിന്നെ ഉണ്ടാവുന്ന സംഭവം ഞാൻ അറിയാമല്ലോ. ഇത് അങ്ങനെ തന്നെ ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട് പ്രകാരം ഞങ്ങൾ തമാശയ്ക്ക് അത് എഴുതുകയും ചെയ്തു. ഇത് വായിച്ച്
ജലജ വല്ലാതെ വിഷമത്തോടെ പറഞ്ഞു, അത് ചെയ്യേണ്ടിയിരുന്നില്ല സാർ, അതല്ല സംഭവം എന്ന് പറഞ്ഞെങ്കിലും ജലജയല്ല, ആരെയും കുറ്റപ്പെടുത്തിയിട്ടല്ല, അങ്ങനെ ആ ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന പ്രൊഡക്ഷനിലെ വോയിസിനോട് ഇങ്ങനെ മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു തക്ക ചെറിയ ശിക്ഷയായിട്ടാണെന്ന് എഴുതിയത്. ഇതാണ് ഇത്രയേ ഉണ്ടായിട്ടുള്ളൂ. അപ്പം അത് പറഞ്ഞു തീർത്തപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല, അത് അവർ ദേഷ്യത്തോടെ പറഞ്ഞതാണ്, അങ്ങനെ ഇനിയിപ്പോൾ അത് നമ്മൾ ചർച്ചയാക്കണ്ട. അങ്ങനെ അവിടെ വെച്ച് ഞങ്ങളുടെ സൗന്ദര്യ പണക്കം തീർന്നു. ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ സുഖമായിട്ട് മകളോടൊപ്പം ഭർത്താവിനോടൊപ്പം തിരുവനന്തപുരത്ത് സുഖമായിട്ട് അവർ ജീവിക്കുമ്പോഴും സിനിമ തന്നെ അവരുടെ മനസ്സിൽ ആഗ്രഹമുണ്ട്. അവർക്ക് മാത്രമല്ല, അവരെപ്പോലെ തന്നെ മിടുക്കിയായൊരു മകളുണ്ട്. ആ കുട്ടിയെ നായികയാക്കി അഭിനയിപ്പിക്കണമെന്നൊരാഗ്രഹമുണ്ട്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴാണ് ഈ 2-3 വർഷങ്ങൾക്ക് മുമ്പ് പ്രശസ്ത സംവിധായകൻ്റെ ഒരു സിനിമയിൽ അവരെ അഭിനയിക്കാൻ വിളിക്കുന്നത്. പക്ഷെ അവർ വിചാരിച്ചത് മകളെ അഭിനയിപ്പിക്കാനായിരിക്കും എന്ന് വിചാരിച്ച് 2 പേരും മകളോടൊപ്പം അവർ ചെല്ലുകയാണത്. അപ്പോഴാണ് പറയുന്നത് മകളല്ല അഭിനയിക്കുന്നത്, അത് ജലജ തന്നെയാണ്. പക്ഷേ മകൾക്കും അഭിനയിക്കാം, കാരണം ജലജയുടെ കുട്ടിക്കാലം അഭിനയിക്കേണ്ടത് മകളാണ്. അങ്ങനെ അമ്മയും മകളും ആ സിനിമയിൽ അഭിനയിച്ചു. ഇപ്പോഴും ആ കുട്ടി നല്ല നായിക വേഷം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. സിനിമ അഭിനയിക്കാനും ജലജയുമുണ്ട്. പെരുമാറ്റത്തിൽ ഇപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ല. പണ്ടത്തെ ജലജ തന്നെയാണ് ഇപ്പോഴും, സുഖമായി ജീവിക്കുന്നു. നന്മ നിറഞ്ഞ മനസ്സോടെ ജീവിക്കുകയും അഭിനയിക്കുകയും ചെയ്യുന്ന ജലജയ്ക്ക് വൈകിട്ടാണെങ്കിലും ഞങ്ങളിലുണ്ടായിട്ടുള്ള ഒരു ചില തെറ്റിദ്ധാരണ മാറ്റാൻ കഴിഞ്ഞതിലും സന്തോഷമുണ്ട്.